2026 മെയ് മാസം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പലതരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ്. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ചും ചെലവുകളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ബുദ്ധിപരമായ തീരുമാനങ്ങൾക്ക് വഴിയൊരുക്കും. പൊതുവായ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഈ മാസം നിങ്ങളുടെ വരുമാനത്തിൽ വലിയ വർധനവോ കുറവോ ഉണ്ടാകാൻ സാധ്യതയില്ല. നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ സ്ഥിരമായി നിലനിൽക്കും. എന്നിരുന്നാലും അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ പണം ചെലവഴിക്കേണ്ടി വരും. അതിനാൽ ഒരു അടിയന്തര ഫണ്ട് രൂപീകരിക്കുന്നത് ബുദ്ധിപരമായ ഒരു നീക്കമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ ധൃതി ഒഴിവാക്കുകയും ഓരോ തീരുമാനവും നന്നായി ആലോചിച്ച ശേഷം മാത്രം എടുക്കുകയും ചെയ്യുക. തൊഴിൽ ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ ഈ മാസം പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ഇത് ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ചില അവസരങ്ങൾ ലഭിച്ചേക്കാം. എന്നാൽ അവയെല്ലാം നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ളതാകണമെന്നില്ല. അതിനാൽ ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ബിസിനസ് ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുകയും വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും ചെയ്യുക. മത്സരബുദ്ധി വർദ്ധിക്കുന്നതിലൂടെ ലാഭത്തിൽ നേരിയ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കളുമായി നല്ല ബന്ധം നിലനിർത്താനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും മാറ്റങ്ങൾ വരുത്താനും ശ്രമിക്കുന്നത് ബിസിനസ് വളർച്ചയ്ക്ക് സഹായിക്കും. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക കാര്യങ്ങളെ ബാധിക്കാം. അതിനാൽ സുതാര്യതയും തുറന്ന ആശയവിനിമയം നിലനിർത്താൻ ശ്രമിക്കുക. നിക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അമിതമായ സാഹസികത ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസം വലിയ ലാഭം പ്രതീക്ഷിക്കുന്നില്ല. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇതൊരു നല്ല സമയമായിരിക്കാം. എന്നാൽ ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കുക. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ ആലോചിക്കുന്നവർക്ക് കാര്യങ്ങൾ അല്പം മന്ദഗതിയിലായിരിക്കാം. നിക്ഷേപങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുന്നത് നഷ്ടസാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഈ മാസം പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിലവിലുള്ള കടങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കും. അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകുന്നതിനാൽ വായ്പകൾക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തിരിച്ചടവ് ശേഷി ശ്രദ്ധാപൂർവ്വം വിലയിരുത്തുക. അനാവശ്യമായ വായ്പകൾ ഒഴിവാക്കുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വായ്പയെ ആശ്രയിക്കുകയും ചെയ്യുക. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം കടം കൊടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. കാരണം അത് തിരികെ ലഭിക്കാൻ കാലതാമസം വന്നേക്കാം. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതും അനാവശ്യ ചെലവുകൾ വരുത്തുന്നതും ഒഴിവാക്കുക. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് മാത്രം ചെലവഴിക്കുകയും ചെയ്യുക. സമ്പാദ്യത്തിന് മുൻഗണന നൽകുന്നത് ഭാവിയിലെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും. ഓരോ മാസവും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം സമ്പാദ്യത്തിനായി മാറ്റിവെക്കാൻ ശ്രമിക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, പെൻഷൻ എന്നിവയ്ക്കായുള്ള ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ഈ മാസം ചിന്തിക്കുന്നത് നല്ലതാണ്. കുടുംബപരമായ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യ സംബന്ധമായ ചെലവുകൾ കുടുംബത്തിനൊരു സാമ്പത്തിക ഭാരമായേക്കാം. അതിനാൽ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യുക. ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ആസൂത്രണം ആവശ്യമാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും വലിയ ചെലവുകൾ ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുക. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കുക. ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് ഈ മാസം മുൻഗണന നൽകുക. പുതിയ കടങ്ങൾ എടുക്കുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. വൈദിക ജ്യോതിഷ പ്രകാരം ഇലകൾ കൊണ്ട് അലങ്കരിച്ച വിജയ കവാടമാണ് വിശാഖം നക്ഷത്രത്തിന്റെ ചിഹ്നം. ഇത് വിജയത്തെയും ലക്ഷ്യപ്രാപ്തിയെയും സൂചിപ്പിക്കുന്നു. ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ്. കൂടാതെ ദേവതകളായി ഇന്ദ്രനെയും അഗ്നിയെയും കണക്കാക്കുന്നു. ഇന്ദ്രൻ ധൈര്യത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമാകുമ്പോൾ അഗ്നി ഊർജ്ജസ്വലതയും പരിവർത്തനത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ ദേവതകളുടെ സ്വാധീനം വിശാഖം നക്ഷത്ര ജാതകരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും. വിശാഖം നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും. അവർക്ക് നല്ല സംസാരശേഷിയും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവും സ്വാഭാവികമായി ലഭിച്ചിരിക്കുന്നു. ഈശ്വര വിശ്വാസികളായ ഇവർ പരമ്പരാഗതമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. മറ്റുള്ളവരോട് തുറന്ന മനസ്സോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ഇവർക്ക് വിശാലമായ സൗഹൃദ വലയം ഉണ്ടാകും. കലകളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും.
എങ്കിലും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരായതിനാൽ ചിലപ്പോൾ വഴക്കുകൾക്കിടയാകാറുണ്ട്. കാര്യങ്ങൾ മറച്ചുവെച്ച് സംസാരിക്കുന്ന ശീലവും ഇവർക്കുണ്ട്. സ്വാതന്ത്ര്യത്തെ വളരെയധികം വിലമതിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നീതിബോധവും സത്യസന്ധതയും ഇവരുടെ മുഖമുദ്രയാണ്. തെറ്റായ കാര്യങ്ങളെ ഇവർ ശക്തമായി എതിർക്കും. പ്രായോഗിക ബുദ്ധിയും കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവും ഇവർക്ക് മുതൽക്കൂട്ടാണ്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ മുൻകോപം പ്രകടിപ്പിക്കുകയും അമിതമായി സംസാരിക്കുകയും ചെയ്തേക്കാം. സാമ്പത്തിക ഉന്നമനത്തിനായുള്ള പൊതുവായ ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ വിഘ്നേശ്വരനായ ഗണപതിയെ ഭജിക്കുന്നത് തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ദിവസവും ഗണപതി സ്തോത്രങ്ങൾ ചൊല്ലുന്നതും ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ്. ബുധനാഴ്ചകളിൽ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നത് ധനപരമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നതും ലക്ഷ്മി പൂജ നടത്തുന്നതും ഫലപ്രദമാണ്. താമരപ്പൂക്കൾ കൊണ്ട് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് വളരെ വിശേഷമാണ്. വിഷ്ണു ഭഗവാന്റെ 1000 നാമങ്ങൾ അടങ്ങിയ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ശാന്തി നൽകുകയും സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുകയും ചെയ്യും. വ്യാഴാഴ്ചകളിൽ ഇത് ജപിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ വണങ്ങുന്നത് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് കടബാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. മഹാദേവനെ ഭജിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജങ്ങളെ അകറ്റി പോസിറ്റീവ് ചിന്തകൾ നൽകും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും കൂവളത്തിൽ സമർപ്പിക്കുന്നതും ഗുണകരമാണ്. കഷ്ടപ്പെടുന്നവർക്ക് അന്നദാനം ചെയ്യുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും പുണ്യം വർദ്ധിപ്പിക്കുകയും സാമ്പത്തികമായി ഉയർച്ച നൽകുകയും ചെയ്യും. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം ദാനധർമ്മങ്ങൾക്കായി മാറ്റിവെക്കുന്നത് നല്ലതാണ്. സാധിക്കുമെങ്കിൽ പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നത് പാപങ്ങളെ ഇല്ലാതാക്കുകയും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുകയും ചെയ്യും. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടുവരും. വിശാഖം നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്വാധീനം സാമ്പത്തികമായ ചില വെല്ലുവിളികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, എള്ളെണ്ണ വിളക്ക് കത്തിക്കുക, നീലം ധരിക്കുന്നത് ചിലർക്ക് ഗുണകരമാണ്. എന്നാൽ ജ്യോതിഷ വിദഗ്ധന്റെ ഉപദേശം തേടിയ ശേഷം മാത്രം ഇത് ചെയ്യുക. ശനിയാഴ്ചകളിൽ ഉഴുന്ന്, എള്ള് തുടങ്ങിയ ദ്രവ്യങ്ങൾ ദാനം ചെയ്യുക. കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുന്നത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക. അരയാൽ മരത്തെ പ്രദക്ഷിണം ചെയ്യുന്നതും വെള്ളമൊഴിക്കുന്നതും നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞൾ, കടലമാവ് കൊണ്ടുള്ള പലഹാരങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് എല്ലാ ഗ്രഹദോഷങ്ങളെയും ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിക്കും. ദിവസവും നവഗ്രഹ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ അക്ഷയപാത്രം ഉണ്ടെങ്കിൽ കുബേരയന്ത്രം സ്ഥാപിച്ച് പൂജിക്കുന്നത് ധനവർദ്ധനവിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇത് ധനം ആകർഷിക്കുന്നതിനും വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിനും സഹായിക്കും. നിങ്ങളുടെ ഇഷ്ടദേവന് ക്ഷേത്രങ്ങളിൽ അഭിഷേകങ്ങളും അർച്ചനകളും നടത്തുന്നത് മനസമാധാനം നൽകുകയും നല്ല ചിന്തകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ധനലഭ്യതയ്ക്കായി ദേവീക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചന നടത്തുന്നത് നല്ലതാണ്. ഈ ദോഷപരിഹാരങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവയെല്ലാം ചെയ്യുന്നതിന് മുൻപ് ഒരു ജ്യോതിഷ വിദഗ്ധനുമായി ആലോചിച്ച് നിങ്ങളുടെ ജാതകമനുസരിച്ചുള്ള പ്രത്യേക പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആസൂത്രണവും ഉണ്ടായിരിക്കണം. ദൈവാനുഗ്രഹത്തോടൊപ്പം നിങ്ങളുടെ പ്രയത്നവും സാമ്പത്തിക വിജയം നേടുന്നതിന് അത്യാവശ്യമാണ്. മനസ്സറിഞ്ഞ് ശുദ്ധിയോടെയും ഭക്തിയോടെയും ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും കർമ്മങ്ങൾക്കും ഫലസിദ്ധി കൂടുതലായിരിക്കും.